ഇപ്പോഴിതാ ലഭിക്കുന്ന ഒരു വാർത്ത കൊച്ചി തൃക്കാക്കര NGO ക്വാർട്ടേഴ്സിന് സമീപമുണ്ടായ സംഘർഷത്തെക്കുറിച്ചാണ്. ഈ സംഘർഷത്തിൽ 3 യുവാക്കൾക്ക് പരിക്കേറ്റു. കാറിലെത്തിയ സംഘവും വഴി നടന്നുപോയ 3 അംഗ സംഘവും തമ്മിലാണ് ഇന്ന് പുലർച്ചെ ഏറ്റുമുട്ടലുണ്ടായത്. വാഴക്കാല സ്വദേശികളായ ഷാഫി, നിസാം, അച്ചു എന്നിവർക്കാണ് പരിക്കേറ്റത്. കാറിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം, അതിനുശേഷം ഉമേഷിലേക്ക് പോകാം. എന്തോന്ന് ശരി, നമുക്ക് ഉമേഷിലേക്ക് കൂടി പോകാം. ഉമേഷ്, നോക്കൂ, വളരെ ക്രൂരമായ ഒരു മർദ്ദനമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം നടന്നതെന്ന് മനസ്സിലാക്കുന്നു. ഇതെന്താണ്, ഈ വഴിയാത്രക്കാരും കാറിൽ പോയവരും തമ്മിലായി ഈ ഒരു സംഘർഷം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? എന്താണ് പോലീസ് പറയുന്നത്? സിന്ദൂരി, ഇതിൻ്റെ യഥാർത്ഥ കാരണം സംബന്ധിച്ച അവ്യക്തതകളുണ്ട്. എങ്കിലും കിട്ടിയ വിവരമനുസരിച്ച് ഈ പുലർച്ചെ 2 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തൃക്കാക്കര NGO ക്വാർട്ടേഴ്സിന് സമീപം വഴി നടന്നുപോയ 3 യുവാക്കളും കാറിലെത്തിയ മറ്റൊരു സംഘവും തമ്മിലാണ് വാക്കുതർക്കമുണ്ടാവുകയും ഇപ്പോൾ നമ്മൾ കണ്ട രീതിയിൽ വലിയ മർദ്ദനം അവിടെ ഉണ്ടാവുകയും ഒക്കെ ചെയ്തത്. ക്രൂരമായ മർദ്ദനമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. യുവാക്കൾ അടിയേറ്റ് വീഴുന്നതൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഇതിൽ തുടക്കം മുതൽ ഒരാൾ നിലത്ത് ബോധം കെട്ട് കിടക്കുന്നത് കാണാം. അയാളെ ആദ്യമേ മർദ്ദിച്ച് അവശനാക്കിയിട്ടിരിക്കുകയാണ്. രണ്ടാമത് മറ്റൊരു യുവാവ് അയാളെ ഭീകരമായി മർദ്ദിക്കുന്നുണ്ട്. അതിനുശേഷം എണീറ്റ് വരുമ്പോൾ വീണ്ടും മർദ്ദിക്കുന്നു. മൂന്നാമത്തെ ഒരാൾ അവിടെ നിന്ന് ഓടി മാറിയിട്ടുണ്ട്. അങ്ങനെ 3 യുവാക്കൾക്കാണ് മർദ്ദനമേറ്റത്. ആ മർദ്ദനമേറ്റ യുവാക്കൾ ആ നാട്ടുകാർ തന്നെയാണ്. വാഴക്കാല സ്വദേശികളായ ഷാഫി, നിസാം, അച്ചു, ഇങ്ങനെ 3 പേർക്കാണ് മർദ്ദനമേറ്റത്. ഇതിൽ 2 പേരെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഒരാളെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആയുധമൊന്നുമല്ല ഉപയോഗിച്ച് മർദ്ദിച്ചെങ്കിലും കൈകൊണ്ട് ശക്തിയായി ഇടിക്കുകയാണ്. കൈകൊണ്ടും കാലുകൊണ്ടുമൊക്കെ ശക്തിയായി നെഞ്ചിലും മുഖത്തുമൊക്കെ ആഞ്ഞു മർദ്ദിക്കുന്നത് ആ ദൃശ്യങ്ങളിൽ കാണാം. അതുകൊണ്ട് അവർക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അവർ ചികിത്സയിലാണ്. എന്താണ് തർക്കത്തിനിടയാക്കിയതെന്നുള്ള കാര്യത്തിലാണ് അവ്യക്തത നിലനിൽക്കുന്നത്. വാഹനത്തിന് ഇവർ വഴി മാറി നടക്കാത്തതാണോ, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ പോലീസിന് അതിൻ്റെ ഒരു കൃത്യമായ ചിത്രം കിട്ടിയിട്ടില്ല. ഇവരെ അതിവേഗം പിടികൂടാനുള്ള ശ്രമത്തിൽ തന്നെയാണ് പോലീസ്. ഇവർ സഞ്ചരിച്ച കാറിൻ്റെ നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. നിലവിൽ പോലീസിന് ലഭ്യമായ വിവരമനുസരിച്ച് ഇതൊരു കോട്ടയം രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ്. പക്ഷേ ഇതിലെ യാത്രക്കാർ, ഇത് രജിസ്ട്രേഷൻ അവിടെയാണെങ്കിലും ഈ വാഹനം ഇപ്പോൾ സഞ്ചരിക്കുന്നത്, അതിൻ്റെ GPS ലൊക്കേഷനൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ആ തൃക്കാക്കര പരിസരത്തൊക്കെ തന്നെ ഉണ്ട് ഈ വാഹനം എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതായത് പോലീസിൻ്റെ നിരീക്ഷണ വലയത്തിൽ ആ 3 യുവാക്കളും ഇപ്പോൾ ഉണ്ട്. അധികം വൈകാതെ തന്നെ അവരെ പിടികൂടാൻ കഴിയും എന്ന് പോലീസ് കരുതുന്നു. അവരെ കിട്ടി ചോദ്യം ചെയ്യുന്നതോടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് മനസ്സിലാവും. മാത്രമല്ല, ഈ ചികിത്സയിൽ കഴിയുന്നവരുടെ മൊഴിയെടുക്കാനും പോലീസ് ശ്രമിക്കുന്നുണ്ട്. 3 പേരും ചികിത്സയിലാണ്. അവർ വാഴക്കാല സ്വദേശികളാണ്. ഈ മർദ്ദിച്ച യുവാക്കൾ, അതായത് ഇപ്പോൾ പ്രതികൾ എന്ന് കരുതപ്പെടുന്ന 3 പേരും കോട്ടയം രജിസ്ട്രേഷനിലെ വണ്ടിയിലാണെങ്കിലും അവർ ഏത് നാട്ടുകാരാണെന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമായിട്ടില്ല. അധികം വൈകാതെ തന്നെ അവരെ പിടികൂടി ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് പോലീസ്. ഈ 3 പേരിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന 3 പേരിൽ ആരും ഗുരുതരാവസ്ഥയിലില്ലല്ലോ അല്ലേ? ഇതിൽ ഷാഫിയും നിസാമും, അവർക്കാണ് ഈ ഏറ്റവും കൂടുതൽ മർദ്ദനമേൽക്കുന്നത്. അവർക്കാണ്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് അവർ 2 പേരെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവർക്ക് ഒരാൾ ബോധമറ്റ് കിടക്കുന്ന നിലയിലാണ്. അതുകൊണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് 2 പേരെയും പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അവരുടെ ആരോഗ്യനില സംബന്ധിച്ച് ഡോക്ടർമാർ പരിശോധിച്ച് വരികയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മൂന്നാമത്തെ ആൾ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലാണ്. അത് അതീവ ഗുരുതരമല്ല എന്നുള്ളതാണ് അറിയുന്നത്. ഏതായാലും അവിടെ നിന്ന് ആശുപത്രിയിൽ നിന്നൊക്കെയുള്ള കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാകും എന്നാണ് കരുതുന്നത്. ഒപ്പം ഈ യുവാക്കളെയും ഉടൻ പിടികൂടും എന്നാണ് കരുതുന്നത്.
ശരി ഉമേഷ്, എന്തായാലും ഒരു കാറിൽ സഞ്ചരിച്ച 3 പേരും വഴിയാത്രക്കാരായ 3 പേരും തമ്മിലായിരുന്നു ഈ സംഘർഷമുണ്ടായത്. ക്രൂരമായ മർദ്ദനമാണ്. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ അടിച്ച് ബോധം കെടുത്തുക എന്നൊക്കെ പറയില്ലേ, അതാണ് അക്ഷരാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ മർദ്ദനമേറ്റ 2 പേരുടെ ആരോഗ്യസ്ഥിതിയിൽ ഗുരുതരാവസ്ഥയുണ്ട്. ഡോക്ടർമാർ കൃത്യമായ വിവരങ്ങൾ നൽകിയിരിക്കുന്നില്ല. വരും സമയങ്ങളിൽ അറിയുവാൻ സാധിക്കും. ഏതായാലും ഈ മർദ്ദിച്ച 3 പേരും പോലീസ് നിരീക്ഷണത്തിൽ തന്നെയാണ്. ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഉമേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.